ഹായ്, എല്ലാ കൂട്ടുകാർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ബൈബിൾ ഉണ്ടായിരിക്കണം, കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, പെൻസില് അല്ലെങ്കിൽ പേന കയ്യിലുണ്ടായിരിക്കണം. കൂട്ടുകാരെല്ലാം സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടും ഇരിക്കുകയാണെന്ന് ആൻറ്റി വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് സൺഡേ സ്കൂൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ചേ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന ദൈവവചനം അവർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. എല്ലാ വഴികളും ദൈവം ഹല്ലേലൂയ അതിശയകരമായി അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഉറക്കെ ആമേൻ പറയുന്നു. ആമേൻ. ഇന്നപ്പോൾ നമ്മളൊരു പുതിയ പാഠം പഠിക്കാൻ പോവാം. കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളിൽ നമ്മൾ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ യേശുപ്പച്ചൻ രോഗികളെ സൗഖ്യമാക്കി, യേശുപ്പച്ചൻ മരിച്ചവരെ ഉയർപ്പിച്ചു, യേശുപ്പച്ചൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ഇതെല്ലാം നമ്മൾ പഠിച്ചു വരുമായിരുന്നു. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുപ്പച്ചൻ ഒരു വലിയ അത്ഭുതം ചെയ്തു, അല്ലേ? ആ അത്ഭുതത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മരിച്ചവരെയൊക്കെ ഉറപ്പിച്ച കഥയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മരിച്ചുപോയ ഒരാളെ ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ പാഠത്തിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. യേശുപ്പച്ചനെ കൂടാതെ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ബൈബിൾ എടുക്കുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം എടുക്കുന്നു, എന്നിട്ട് 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ കൊച്ചു കൂട്ടുകാരായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ വായിക്കാൻ അറിയാത്തവരെന്താ ചെയ്യേണ്ടത്? ആൻറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിമാരുണ്ടെങ്കിൽ അവരോട്, ചേട്ടന്മാരുണ്ടെങ്കിൽ അവരോട്, അമ്മയോടും പപ്പയോടും അങ്ങനെ ആരോടെങ്കിലും വീട്ടിലെ മുതിർന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ഈ ബൈബിൾ ഭാഗം അവർ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇന്ന് എല്ലാ ആഴ്ചയും പഠിക്കുന്ന പോലെ തന്നെ ബൈബിളൊക്കെ വായിച്ച് പഠിപ്പിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പഠിക്കാൻ പോവാം. അപ്പം നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പേര് ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നമ്മുടെ ഈ സ്റ്റോറിയിലുണ്ട്. മറിയയുണ്ട്, മാർത്തയുണ്ട്. ഇവർ 3 പേരും സഹോദരങ്ങളാണ്. ആരൊക്കെയാ ഒന്നുകൂടെ പറയാം? ലാസർ, മാർത്ത, മറിയ. 3 പേര് സഹോദരങ്ങളാണ്. 2 സഹോദരിമാരും 1 സഹോദരൻ. മാർത്തയും മറിയയും ലാസറും. അപ്പം ഇവരുടെ വീട്ടിൽ യേശുപ്പച്ചൻ വരുന്നെന്ന് പറഞ്ഞാൽ യേശുപ്പച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഈ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനം. ഇതെവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ യെരുശലേമിൽ നിന്ന് 2 നാഴിക ദൂരം നടന്നു പോകാവുന്ന സ്ഥലത്തിൽ ബെഥാന്യ എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ് ബെഥാന്യ. ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീടിരിക്കുന്ന സ്ഥലം ഏതാണ്? ബെഥാന്യ. ശ്രദ്ധിച്ചിരിക്കണം. ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീട് എവിടെ ഇരിക്കുന്നത്? ബെഥാന്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ബെഥാന്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യേശുപ്പച്ചൻ പലപ്പോഴും പോകാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് ബെഥാന്യ എന്ന് പറയുന്ന സ്ഥലത്ത് യേശുപ്പച്ചൻ ചെന്നാൽ യേശുപ്പച്ചൻ താമസിക്കുന്നത് ഈ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിലാണ്. ആ വീട്ടിൽ താമസിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ യേശുപ്പച്ചൻ ആ വീടുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ആ വീട്ടിലുള്ളവർ യേശുപ്പച്ചനെ ഒത്തിരി സ്നേഹിച്ചു. അവരും തിരിച്ച് യേശുപ്പച്ചനെ സ്നേഹിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ യേശുപ്പച്ചൻ വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലേ? അപ്പോൾ യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യേശുപ്പച്ചൻ നമ്മുടെ വീട്ടിൽ വരും. നമ്മൾ തിരിച്ച് യേശുപ്പച്ചനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശുപ്പച്ചൻ നമ്മുടെ വീട്ടിൽ വരും. എങ്ങനെയാണ് വരുന്നത്? യേശുപ്പച്ചൻ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആൻറ്റി പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശുപ്പച്ചനോട് എന്താ ചെയ്യുന്നത്? സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ യേശുപ്പച്ചനോട് പറയുമ്പോൾ യേശുപ്പച്ചൻ അതൊക്കെ കേട്ടിട്ട് നിവൃത്തിയാകുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? യേശുപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അനുസരണമുള്ള നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? യേശുപ്പച്ചൻ നമ്മളെ ഒത്തിരി സ്നേഹിക്കും. അപ്പോൾ അതുപോലെ യേശുവിനെ സ്നേഹിക്കുകയും യേശു സ്നേഹിക്കുകയും ചെയ്ത 3 സഹോദരങ്ങളായിരുന്നു മാർത്തയും മറിയയും ലാസറും.
അപ്പം ഈ ഭവനത്തിലേക്ക് യേശു എപ്പോഴും വരും. അവരുടെ കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു സമയത്ത് ഒരിക്കൽ യേശു യെരുശലേമിലെ യഹൂദയിലായിരിക്കുമ്പോൾ ഈ ലാസർ എന്ന് പറയുന്ന സഹോദരന് ഒരു അസുഖമുണ്ടായി. ലാസറിന് അസുഖം ഉണ്ടായിട്ട് വളരെ അസുഖം കൂടുതലായിട്ട് ആളുകളൊക്കെ പറഞ്ഞു, യേശു ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ, യേശു എപ്പോഴും ഇവിടെ വീട്ടിൽ വരുന്നതല്ലേ, യേശു ദൈവമാണെന്ന് ആൾക്കാർക്കറിയാം, യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന് ആൾക്കാർക്കറിയാം. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഈ വീട്ടിലൊരു പ്രശ്നം വന്നാൽ യേശു വരും എന്ന ഉറപ്പുള്ളതുകൊണ്ട് ഈ ആളുകളെല്ലാം കൂടെ എന്ത് ചെയ്തു, യേശുവിൻ്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, യേശുവേ നിനക്ക് പ്രിയനായെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആൾക്കാർ പോലും ലാസറിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ലാസറിനെ ഒത്തിരി യേശു സ്നേഹിക്കുന്നുണ്ടെന്ന് ചുറ്റുമുള്ള ആൾക്കാർക്ക് പോലും അറിയാം. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ ദീനമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് വേഗം അവിടെ വരെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ യേശു പോയില്ല. യേശു എന്ത് ചെയ്ത് 2 ദിവസം കൂടെ അവിടെ തന്നെ പാർത്തു. അതിനപ്പോൾ യേശുവിനറിയാം എനിക്ക് 2 ദിവസം കഴിഞ്ഞ് പോയാലും മതി, യേശുവിന് ആ ഒരു ഉറപ്പുണ്ട്. പക്ഷേ ആളുകൾക്കുണ്ടോ? ആളുകൾ പറഞ്ഞു യേശുപ്പച്ചൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ യേശുപ്പച്ചൻ പോയില്ല. പിന്നെ 2 ദിവസം കൂടെ യേശുപ്പച്ചൻ അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലാസർ, അപ്പോൾ യേശുപ്പച്ചൻ ഇവരോടൊരു കാര്യം പറഞ്ഞു, ദീനമായിട്ടൊക്കെ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശുപ്പച്ചൻ ഇവരോട് പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ലാന്ന്. അപ്പോൾ ആൾക്കാരുടെ പേടി ലാസറിന് ദീനം കൂടി ലാസർ മരിച്ചു പോകും. പക്ഷേ യേശുപ്പച്ചൻ പറയുന്നത് ഈ ദിനം മരണത്തിനല്ലാന്ന്. അപ്പം അങ്ങനെ യേശുപ്പച്ചൻ അങ്ങോട്ട് പോയില്ല. പിന്നെന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴും മരിച്ചിട്ടും യേശുപ്പച്ചൻ ഈ ബഥാനിയയിലോട്ട് വന്നില്ല, ലാസറിൻ്റെ വീട്ടിലോട്ട് വന്നില്ല. അപ്പോൾ അവിടെ മാർത്തയും മറിയയും ഭയങ്കര കരച്ചിൽ, ആൾക്കാർ, ബന്ധുക്കൾ, ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ലാസർ ഒരു നല്ല മനുഷ്യനായിരുന്നു, ലാസർ മരിച്ചു പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. യേശു അങ്ങോട്ട് വന്നുമില്ല. യേശു വന്നായിരുന്നെങ്കിൽ ഇവരുടെ വീട്ടിൽ അത്ഭുതം നടന്നേനെന്ന് ആളുകൾക്കറിയാം. പക്ഷേ യേശു വന്നുമില്ല. പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്തു, മാറിയിരുന്ന് ചില ആൾക്കാർ യേശുവിനെ കുറ്റം പറയാൻ തുടങ്ങി. ഇപ്പം കുരുടനെയൊക്കെ കണ്ണ് തുറപ്പിച്ച ആളല്ലേ ഈ യേശുപ്പച്ചനെ, കുരുടന്മാരെയൊക്കെ കണ്ണ് തുറപ്പിച്ച ആളല്ലേ, ചെകിടന്മാർക്ക് കേൾവി കൊടുത്ത ആളല്ലേ, എന്നിട്ടെന്താ പിന്നെ ഇത്രയും ഇഷ്ടം ഉണ്ടായിട്ടും ഈ ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് ലാസറിനൊരു സൗഖ്യം കൊടുക്കാതിരുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർ പിറുപിറുക്കാനും ഒരു വശത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ യേശുപ്പച്ചൻ ഒരു 4 ദിവസം ആയപ്പോഴത്തേക്കിന് ബഥാനിയയിലോട്ട് വന്നപ്പോൾ സഹോദരി മാർത്ത, ഇനി മാർത്തയ്ക്കും മറിയയ്ക്കും 2 പ്രത്യേകതകളുണ്ട്. യേശുപ്പച്ചൻ എപ്പോൾ വീട്ടിൽ വന്നാലും മാർത്ത എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അടുക്കളയിൽ പോയി നല്ല രുചിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി യേശുപ്പച്ചന് കൊടുക്കും. അതാണ് മാർത്ത ചെയ്തുകൊണ്ടിരുന്നത്. മറിയ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ യേശുപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ യേശുപ്പച്ചൻ്റെ അടുക്ക് പോയിരുന്നിട്ട് യേശുപ്പച്ചൻ പറയുന്ന വചനമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഒത്തിരി കാര്യങ്ങൾ യേശുപ്പച്ചൻ ഇങ്ങനെ പറയുമ്പം മറിയ അതെല്ലാം കേട്ട് ഇങ്ങനെ യേശുപ്പച്ചൻ്റെ കൂടെ ഇരിക്കും. 2 പേരും 2 കാര്യങ്ങൾ ചെയ്യും. അപ്പം മറിയ യേശുപ്പച്ചൻ്റെ അടുക്കലിരുന്ന് ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ മാർത്ത അടുക്കളയിൽ യേശുപ്പച്ചന് ഫുഡ് കഴിക്കാനായിട്ടെല്ലാം നല്ല രുചികരമായ ഫുഡൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ചിക്കനും ബീഫും പിന്നെന്തുവാ വെജിറ്റബിൾസും എല്ലാം നല്ല കുറേ നല്ല സദ്യ പോലൊക്കെ എല്ലാം ഉണ്ടാക്കും. അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കാൻ നമ്മൾ ഏറ്റവും നല്ലതായിട്ടുണ്ടാക്കും. അതുപോലെ തന്നെ യേശുപ്പച്ചൻ വരുമ്പോൾ മാർത്ത ജോലി ചെയ്യും. മറിയ ഇങ്ങനെ യേശുപ്പച്ചൻ്റെ അടുക്കലിരുന്ന് ഇങ്ങനെ വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ 2 പേരും നല്ല രീതിയിൽ യേശുപ്പച്ചനോട് നന്നായിട്ട് സഹകരിക്കുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബഥാനിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, യേശുപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിച്ചു പോകത്തില്ലായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് യേശുപ്പച്ചനോട് പറഞ്ഞപ്പോൾ ആ സമയത്തെങ്കിലും യേശുപ്പച്ചൻ വന്നായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിച്ചു പോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, മരിച്ചു പോയില്ല, ഞങ്ങൾക്ക് സങ്കടമാണ്. അപ്പോൾ അവർ കരയുന്നു, ആൾക്കാർ കരയുന്നു, മാർത്ത കരയുന്നു, മറിയ കരയുന്നു. ഇതെല്ലാം കണ്ടിട്ട് യേശുപ്പച്ചന് സങ്കടം വന്നു, യേശുപ്പച്ചനും കരഞ്ഞു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അതിനുശേഷം യേശുപ്പച്ചൻ വന്നു. മാർത്തയും മറിയ യേശു എല്ലാം കൂടെ ലാസറിനെ അടക്കിയ കല്ലറയുടെ അടുത്ത് പോയി. കല്ലറയുടെ അടുത്ത് പോയപ്പോൾ മറിയ പറഞ്ഞു, യേശുവെ 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി, ഇപ്പോൾ കല്ലറ ഓപ്പൺ ആക്കിയാൽ സ്മെല്ലടിക്കും. അപ്പം യേശുപ്പച്ചനൊന്നും അവരോടൊന്നും മറുത്ത് പറഞ്ഞില്ല. യേശുപ്പച്ചൻ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കല്ല് മാറ്റാൻ പറഞ്ഞു. അവർ കല്ല് മാറ്റി. യേശു എന്ത് ചെയ്തു, പിതാവായ ദൈവത്തോട് യേശുപ്പച്ചൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മഹത്വം അവിടെ അറിയണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, യേശുപ്പച്ചൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ലാസറിന് പ്രാർത്ഥിച്ചിട്ട് ലാസറേ പുറത്തുവാ എന്ന് യേശുപ്പച്ചൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ പഠിച്ചു, യേശു ഒരു വാക്ക് പറഞ്ഞാൽ
സൗഖ്യമാകും എന്ന് പറഞ്ഞായിരുന്നു. യേശു തൊടുമ്പോൾ സൗഖ്യമാകും, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാകും, യേശു ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാകും, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്നിട്ട് യേശുപ്പച്ച പറഞ്ഞു, ലാസറേ പുറത്തു വാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്തേ? ലാസർ പുറത്ത് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മരിച്ച ശവമായ എല്ലാം മൂടി എന്താ പറയുന്നത്, കല്ലറയ്ക്കകത്ത് വെച്ച ഒരാളെ പുറത്തോട്ട് വരാൻ പറഞ്ഞാൽ എങ്ങനെ വരും? അങ്ങനെ ഒരു സംഭവം അറിയാവോ? നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലേ? പക്ഷേ എന്നാൽ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ജീവനില്ലാത്ത ശരീരത്തിൽ ജീവൻ വന്നു. യേശുവിൻ്റെ ഒരു വാക്ക് കേട്ടപ്പോഴത്തേക്കിലും യേശുപ്പച്ചൻ്റെ വാക്ക് കേട്ടപ്പോൾ ജീവനില്ലാതെ അഴുകിപ്പോയ ശരീരത്തിൻ്റെ മേൽ ജീവൻ വന്ന് ആ ശരീരം പുറത്ത് വന്നു കഴിഞ്ഞപ്പം യേശുപ്പച്ചൻ ആ ചുറ്റുപാട് നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ ലാസറിൻ്റെ ശരീരത്തെല്ലാം കൈയൊക്കെ കെട്ടി കാലുമൊക്കെ കെട്ടി, മരിച്ചു പോയവരെ അങ്ങനെയല്ലേ നമ്മൾ കൈയും കാലും ഒക്കെ കെട്ടി വെക്കും, മൂക്കിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് തലയിലൊക്കെ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി അങ്ങനെയൊക്കെ കാണാറില്ലേ? അതുപോലെ ലാസറിനെ ആക്കി വെച്ചേക്കും. മുഖം റുമാൽ കൊണ്ട് മൂടി, റുമാലെന്ന് പറഞ്ഞാൽ ഒരു തൂവാലയാണ്, കൊണ്ടിങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ആളുകൾ അതെല്ലാം അഴിച്ചു മാറ്റി ലാസർ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് എഴുന്നേറ്റ് നിന്ന്. എന്തൊരു അത്ഭുതമല്ലേ? യേശുപ്പച്ചൻ്റെ വാക്കുകൊണ്ടാണ് അങ്ങനെ ഒരു സൗഖ്യം അവിടെ, അല്ലെങ്കിൽ ഒരു മരിച്ചുപോയ ഒരാൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പം നമ്മൾ ഈ യേശുപ്പച്ചൻ്റെ വാക്കുകൊണ്ടും യേശുപ്പച്ചൻ നോക്കിയാൽ സൗഖ്യമാകും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? നോക്കിയാൽ സൗഖ്യമാകും, യേശുപ്പച്ചൻ പറഞ്ഞാൽ സൗഖ്യമാകും, തൊട്ടാൽ സൗഖ്യമാകും. അങ്ങനെ യേശുവിൻ്റെ ശക്തി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം എല്ലാവർക്കും അത്ഭുതമായി, കൂടി വന്നവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. അവിടെ വന്നിരുന്ന പല ആൾക്കാരും ഈ യേശുവിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ദൈവപുത്രനാണെന്ന് പല ആൾക്കാരും വിശ്വസിച്ചു. യേശുവിനെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെല്ലാം എന്ത് ചെയ്തു? യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു, യേശു ദൈവമാണെന്ന് അവർ വിശ്വസിച്ചു. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിൽ നിന്ന് നമുക്കൊരു 2-3 കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, യേശു വീട്ടിൽ വരുമ്പോൾ, യേശു ബെഥാനിയിൽ വരുമ്പോഴെല്ലാം ഈ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ യേശു വീട്ടിലോട്ട് വരുമ്പോൾ യേശുവിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു സഹോദരിയുണ്ട്. 2 സഹോദരിമാരിൽ ഒരാളാണ് യേശു കർത്താവിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ആ സഹോദരിയുടെ പേരെന്താണെന്ന് പറയാമോ? എല്ലാ കൂട്ടുകാർക്കും അറിയാം, എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ആ സഹോദരിയുടെ പേര് മാർത്ത എന്നാണ്, അല്ലേ? മാർത്ത എന്ന് പറഞ്ഞ സഹോദരിയാണ് യേശുപ്പച്ചൻ വീട്ടിൽ വരുമ്പോൾ യേശുപ്പച്ചന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിച്ച് യേശുപ്പച്ചന് ഫുഡൊക്കെ വെച്ച് കൊടുത്തത് മാർത്തയാണ്. ഇനി വേറൊരു ചോദ്യം, അതായത് മാർത്ത മറിയ അവരുടെ വീട്ടിൽ യേശു വരുമ്പോൾ യേശുവിൻ്റെ അടുത്തിരുന്ന്, യേശുവിൻ്റെ പദപീഠത്തിലിരുന്ന് യേശുവിൻ്റെ വാക്കുകളൊക്കെ കേട്ട് അങ്ങനെ യേശുവിൻ്റെ കൂടെ ഇരുന്ന ഒരു സഹോദരിയുണ്ട്, അത് മറിയയാണ്, അല്ലേ? അപ്പോൾ 2 പേരും മാർത്തയുടെ പേരും പറഞ്ഞു, മറിയയുടെ പേരും. മാർത്ത എന്താ ചെയ്ത്? ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. മറിയ എന്താ ചെയ്ത്? യേശുവിൻ്റെ വചനം കേൾക്കുമായിരുന്നു. പിന്നെ ഈ ബഥാനിയും യെരുശലേമും തമ്മിൽ എത്ര സമയം ദൂരം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? ആദ്യം നമ്മളതാണ് പഠിച്ചത്. യെരുശലേമിൽ നിന്ന് ബഥാനിയിലേക്ക് 2 നാഴിക ദൂരമുണ്ട്. എത്ര നാഴിക ദൂരമുണ്ട്? 2 നാഴിക ദൂരം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ബൈബിള് നമ്മൾ പറഞ്ഞില്ലേ, 11-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞ പോലെ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് ബൈബിൾ ഭാഗം എടുത്തിട്ട് പലതവണ ഇത് വായിച്ച് കേൾക്കണം. വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ വായിച്ച് കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാവും. അപ്പോൾ യേശുപ്പച്ചൻ ചെയ്ത ഒരു വലിയൊരു അത്ഭുതമാണ് ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോയിരുന്നു. ഈ മരിച്ചുപോയ ആളിനെ യേശുവിൻ്റെ വാക്ക് പറഞ്ഞപ്പോഴത്തേക്കിന് ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് പറ്റിയത്. അതൊരു യേശുപ്പച്ചൻ ചെയ്തൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നൊരു വാക്യവും പഠിക്കുന്നുണ്ട്. നമ്മളിപ്പം പഠിച്ച ഭാഗത്തു നിന്ന് നമ്മളൊരു വാക്യവും കൂടെ പഠിക്കുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യമാണ്. 40-ാമത്തെ വാക്യം ഒന്നുകൂടെ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം. യോഹന്നാൻ 11:40 മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ കയ്യിലൊരു പേപ്പറില്ലേ, അല്ലെങ്കിൽ ഒരു ബുക്കില്ലേ, ഒരു പെൻസിലില്ലേ? അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വാക്യം പഠിക്കുക. വാക്യമൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയച്ചു തരണം. വാക്യമൊക്കെ പഠിച്ചു, ക്വസ്റ്റ്യനൊക്കെ കേട്ടിട്ട് ആൻസറൊക്കെ അറിയാവുന്നവരൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അയച്ചു തരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരങ്ങളൊക്കെ ശരിയായിട്ട് അയക്കുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ തരും.
ഗിഫ്റ്റൊക്കെ കിട്ടണ്ടേ, എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും വാക്യം പഠിച്ചു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അയച്ചു തരണം. അപ്പോൾ നമ്മൾ വാക്യം പഠിക്കാൻ പോകുന്നു. 11-ാമത്തെ അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അത്രയും പഠിച്ചാൽ മതി. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞായിട്ടാണ് വാക്യം പഠിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒന്നുകൂടെ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം വരെയും കർത്താവെ സൺഡേ സ്കൂൾ പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം മാനിക്കണം. ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമ്മൾ ആമേൻ പറയുന്നു. ആമേൻ. ബൈ.